കൂടുതൽ ഒന്നും പറയേണ്ടതില്ലാത്ത മലയാളികളുടെയൊക്കെ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതാ നമുക്ക് ലാലേട്ട സ്വാഗതം. നമസ്തേ. ഈ ഓണമാണ്, ഹൃദയപൂർവ്വം എത്തുന്നു. അതിനൊരു വലിയ സന്തോഷമുണ്ട് എനിക്ക് ആദ്യം തന്നെ സത്യത്തിൽ ഹൃദയപൂർവ്വം നമ്മളൊരു നന്ദി പറയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭയ്ക്ക് ഒപ്പം ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായി തോന്നുന്നു രണ്ട് ചേർന്ന് നിന്നാൽ നല്ല ഇമ്പമുള്ള രണ്ട് ഹൃദയങ്ങൾ ചേരുന്നുവെന്നാണ് ലാലേട്ടൻ്റെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ. അപ്പോൾ ആ ഒരു ഇമ്പം അത് സ്വയമായിട്ട് എനിക്ക് ഈ സിനിമയേക്കാൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ സൗഹൃദം വീണ്ടും വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ സിനിമ കാണാനും ഉണ്ട്. ലാലേട്ടൻ എങ്ങനെയാണ് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ, ആ സൗഹൃദത്തിൻ്റെ ഒരു സന്തോഷമാണോ? എങ്ങനെ നിങ്ങൾ പറഞ്ഞതിലെല്ലാം ഉണ്ട്. കാര്യം 40 വർഷത്തോളമായി ഞാൻ സത്യേട്ടൻ്റെ സിനിമ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തുടക്ക സിനിമയും അവസാനത്തെ സിനിമയും ഞാൻ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്ന ഇടയ്ക്ക് കുറച്ച് നാൾ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരക്കിലായിപ്പോയി. അദ്ദേഹം ഞങ്ങൾ ഒരുപാട് സിനിമയുള്ള ഒരാളും ഇടയ്ക്ക് സിനിമ ചെയ്യുന്ന തമ്മിലുള്ള ഒരു ഡിഫറൻസാണ്. ബാക്കി സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമയിലേക്ക് സത്യേട്ടൻ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഹൃദയപൂർവ്വം. അതിൻ്റെ ഒരു കാരണം പഴയ രീതിയിലൊരു സിനിമ ചിന്തിക്കാനുള്ള ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് പേര് എൻ്റെ സിനിമയിൽ സാധാരണയുള്ള ആൾക്കാർ. അതൊരു കാരണം. പിന്നെ അല്ലാതെ പുതിയൊരു തോട്ട് പ്രോസസ്സിലേക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചു. ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മിക്ക ആൾക്കാരും പുതിയ ആൾക്കാരാണ്. സത്യേട്ടനുമായിട്ട് വർക്ക് ചെയ്യാത്ത ഒരുപാട് പേര്, ക്യാമറമാൻ ആയാലും മ്യൂസിക് ഡയറക്ടർ ആയാലും അഭിനേതാക്കൾ, അദ്ദേഹത്തിൻ്റെ കഥ, ആ ഒരു തോട്ട് പ്രോസസ്സ്, ലൊക്കേഷൻസ്. കാരണം കേരളത്തിലൊക്കെ ആയിരിക്കും സത്യേട്ടൻ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പൂനെ പോലൊരു സ്ഥലം, എടുത്തിരിക്കുന്ന പ്രമേയം വളരെ വ്യത്യസ്തമായ പ്രമേയമാണ്. അതിലെ പാട്ടുകൾ എല്ലാം ഒരു പുതിയ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കൊന്നും ആരും അങ്ങനെ ഒരു ഡെയറിങ് ആയിട്ട് ഒരു കഥ എടുക്കില്ല. അതിലെ ഇമോഷൻസ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം അങ്ങ് പറഞ്ഞ പോലെ ഓണത്തിനത് ആൾക്കാരിലേക്ക് എത്തട്ടെ, വളരെ സന്തോഷകരമായ ഒരു സിനിമയായിട്ട് മാറട്ടെ. നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ്. നമുക്ക് ഈ മലയാളികൾക്ക് നൊസ്റ്റാൾജിയ നമ്മുടെ ഒരു പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ദോഷവും ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ പഴയ കാലമൊക്കെ ആലോചിച്ച് ഇല്ലേ സങ്കടപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ അല്ലെങ്കിലും ഇടയ്ക്ക് കാണാറുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു സിനിമ ലൊക്കേഷനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ഇല്ലേ ഇൻറ്റിമേറ്റ് ആയിട്ട് കുറേ ദിവസങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ആദ്യ സിനിമ മുതൽ ഇപ്പോഴത്തെ ഈ സിനിമ വരെ അപ്പോൾ ആ പഴയ അനുഭവങ്ങൾ സാധാരണ ഞങ്ങൾ മലയാളികളൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസിക്കാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ സത്യസാറുമായിട്ട് അങ്ങനെയുള്ള ഒരു സംഭാഷണമൊക്കെ ഈ സിനിമയുടെ ഇടയിലുണ്ടായ നമ്മൾ അന്ന് പണ്ട് സത്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിപ്പം ഈ സിനിമയുടെ ലൊക്കേഷൻ ഏരിയയിലും ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ചില ആക്ടേഴ്സിനെ പറ്റി പറയാറുണ്ട്, ചില സിനിമകളെ പറ്റി പറയാറുണ്ട്. കാര്യം അത്തരം സിനിമകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അപ്പുണ്ണി എന്നുള്ള, ഇപ്പോൾ VK പറ്റി സംസാരിക്കാറുണ്ട്. അപ്പുണ്ണി എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അതിലുണ്ടായിരുന്ന രാമേന്ദ്രൻ, അവളുടെ രാവുകളൊക്കെ നിർമ്മിച്ച ആൾക്കാരെക്കുറിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് സത്യേട്ടൻ. മറ്റ് പലരുമായിട്ട് ഇല്ലാത്തൊരുപാട്. ശങ്കരാടി സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ ഒരുപാട് ഫണ്ണുണ്ടായിട്ടുണ്ട്. ആരുടെ ആയാലും ഇപ്പം നെടുമുടി വേണു ആയാലും ഗോപിച്ചേട്ടനായാലും ഇന്നസെൻറ്റ്, കൂടുതലും സംസാരിക്കുന്ന ഇന്നസെൻറ്റിനെ പറ്റിയായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. എസ്പെഷ്യലി സത്യേട്ടൻ്റെ സിനിമകളിലൊക്കെ ഇവരുണ്ട്. ഇതേപോലെയാണ് പ്രിയദർശൻ്റെ സിനിമ വരുമ്പോൾ നമ്മളും അല്ലേ അവിടെയൊക്കെ ആരാണ് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു. അപ്പം അങ്ങനത്തെ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇനിയും എടുക്കാൻ പ്രയാസം. അപ്പം പ്രിയദർശനമൊക്കെ പറയാറുണ്ട്, നമ്മൾ ഒരു കഥ ആലോചിക്കുമ്പോൾ ഇതാര് ചെയ്യും എന്നുള്ള ഒരു വലിയൊരു സ്പേസ്, ഒരു വാക്വമുണ്ട്. അത് മാറും. അപ്പം അത് കാര്യം അത്തരം കഥകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാതാവും. അങ്ങനെയല്ല, ഒരാൾ നഷ്ടപ്പെട്ട അതിലേക്ക് റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾ ഉണ്ടാവില്ല. വേറൊരു തോട്ടിലേക്ക് അത് പോകുന്നേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സത്യേട്ടനായിട്ട് സംസാരിക്കാറുണ്ട്. കൂടുതലും അത് തമാശകളായിരിക്കും. പിന്നെ സത്യേട്ടൻ അത്തരം കാര്യങ്ങൾ എപ്പോഴും മനസ്സുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ. ഇപ്പം അദ്ദേഹം മധുസാറിനെ കുറിച്ച് സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കും. ചന്ദ്രകുമാർ, അദ്ദേഹം ഏതാണ്ട് 150 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സത്യേട്ടൻ ഇപ്പോൾ ബാലകൃഷ്ണൻ, ഡോക്ടർ ബാലകൃഷ്ണനെ പറ്റി, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹരിഹർ സാർ അവരെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്.
അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. പറഞ്ഞാലും തീരാത്തല്ലേ? എനിക്കും അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റും. കാര്യം ആദ്യത്തെ സിനിമയിൽ ഞാൻ അദ്ദേഹമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുടരുവാണല്ലോ, അവസാനം നമ്മൾ ലാലേട്ടനെ അല്ലേ വേറൊരു ആളുകൾക്ക് ആവേശ രൂപത്തിൽ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി തുടരും തരുൺമൂർത്തി ചെയ്തു വെച്ച ഒരു യുവത്വത്തിൻ്റെ ഒരു ആവേശവും പാഷനും ഒക്കെ ഒരു സംവിധായകനിൽ ലാലേട്ടൻ കണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങളുടെ ഒരു തഴക്കവും പഴക്കവും ഒക്കെ ഉള്ള ഒരു സംവിധായകനാണ്. അനുഭവങ്ങളുടെ ഒരു വലിയ അല്ലെ ആഴം ഉള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ രണ്ട് സംവിധായകർ, രണ്ട് തോട്ട് പ്രോസസ്സിലുള്ള സംവിധായകർ, പക്ഷെ അവരെല്ലാം അവരുടെ സങ്കല്പം അല്ലെങ്കിൽ അവരുടെ കഥാപാത്രം ഒരാളിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെ ഒരു സമീപനത്തിലെ വ്യത്യാസം ലാലേട്ടനെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം ലാലേട്ടനെ എങ്ങനെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? സത്യൻ്റെ സിനിമകളെക്കുറിച്ച് നമുക്ക് ഇത്രയും സിനിമകളുണ്ട് അറിയാം. തരുൺമൂർത്തിയെക്കുറിച്ച് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ സിനിമ ചെയ്തു വരുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് ആ സിനിമയെക്കുറിച്ചുള്ളൊരു പാഷൻ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ സിനിമ എങ്ങനെ വരണം എന്നുള്ള ആഗ്രഹം ഒക്കെ വെച്ചിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം 10-14 വർഷം കഥകളി പഠിച്ച ആളാണ്. അപ്പോൾ അത് പെർഫോം എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പം സിനിമയെക്കുറിച്ച് നല്ല സങ്കല്പമുള്ള ആളാണ്. ഇപ്പം ആ സിനിമയിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറകളെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ആ കുട്ടികളെ എങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അവരുടെ ഭാഷ, അപ്പോൾ അതെല്ലാം ഒരു സിനിമയിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ആ കഥയ്ക്ക് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് കൂടുതൽ താല്പര്യം, എല്ലാ സിനിമയിൽ അഭിനയിക്കുമ്പോൾ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും കൂടെ അതിൽ കാണുമ്പോൾ നമുക്ക് അതിലോട്ട് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റും. മൂർത്തി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മുമ്പുള്ള സിനിമകളും ഒക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പം ഒരു നല്ല സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ്. എല്ലാം നന്നാകണം. അപ്പോൾ എല്ലാം നല്ലതായ ഒരു സിനിമയാണ്. അപ്പം അദ്ദേഹത്തിന് മ്യൂസിക്കിനെ കുറിച്ച് ധാരണയുണ്ട്. അത് ആര് പാടണം, അത് ഒരു സീൻ ചെയ്യുമ്പം അത് വേണ്ട, ഇത് വേണം. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണെങ്കിൽ അത് സ്വീകരിക്കുകയും, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞ ഒരു ആക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഡയറക്ടർക്കുണ്ട്. അതുള്ള ഒരാളാണ് തരുൺമൂർത്തി. ഇപ്പോൾ ഈ ഹൃദയപൂർവ്വത്തിലേക്ക് വന്നാൽ ഇപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ പലരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ആളുകളില്ല, സത്യമാണ്. പക്ഷെ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പുതിയ അഭിനേതാക്കൾക്കൊക്കെ ലാലേട്ടനൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിയുന്ന അവർ വലിയ പ്രൗഡായിട്ടും സന്തോഷമായിട്ടും കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ഫയർ ലാലേട്ടൻ്റെ ഒരു മാജിക് കൊണ്ട് കുറച്ചും കൂടി ആളെ കത്തിക്കാനും ക്യാമറയ്ക്ക് മുന്നിൽ പറ്റും. അപ്പോൾ അത് ഈ ന്യൂജൻ ആയാലും അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഒരു എനർജിയുടെ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ഒരു മാജിക്. അതിപ്പോൾ ഈ പുതിയ ഹൃദയപൂർവ്വമൊക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ആയിട്ട് എന്നോട് ചോദ്യം ചോദിച്ച ആൾക്കാരോട് പറഞ്ഞാണ്, ഞാൻ വന്ന സമയത്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ആക്ടേഴ്സ് ഉള്ള സമയമാണ്. കൊട്ടാരക്കര അദ്ദേഹം, ഞാൻ എസ് പി പിള്ള സാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, തിക്കുറിശി സാറ്, ശങ്കരാടി സാറ്, വടൂർബാസ്, അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഒരു അത്യപൂർവമായിട്ടുള്ള കുറച്ച് പേരല്ലാതെ ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല, തമിഴായാലും ശിവാജി ഗണേശൻ സാറായിട്ട്, അമിതാഭ് ബച്ചനായിട്ട്, നാഗേശ്വർ റാവു സാറുമായിട്ട്, അല്ലെങ്കിൽ രാജ്കുമാർ അദ്ദേഹമായിട്ടുള്ള നല്ല സൗഹൃദം. ഇവരെല്ലാവരും നമ്മളത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരുടെ ഒരു ഓറയ്ക്കുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങളെപ്പോലുള്ള അന്ന് വന്ന ആൾക്കാർ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരോട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ എങ്ങനെയായിരുന്നു, അപ്പോൾ നമ്മളുള്ള ഒരാളെയാണ് അവരിൽ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അക്ലമറ്റൈസേഷൻ്റെ ഒരു കുഴപ്പമില്ല. ഞാൻ കുട്ടിക്കാലം മുതൽ എന്നെക്കാട്ടിലും വളരെ പ്രായമുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ ആൾക്കാരുമായിട്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അതിലേക്ക് പോകാൻ പ്രയാസമുള്ളതല്ല. നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ട്. സത്യേട്ടൻ്റെ സിനിമയിൽ ഇപ്പോൾ സംഗീതം എന്നൊക്കെ പറയുന്ന ആൾ വലിയ റോളുകളാണ് ചെയ്തിരിക്കുന്നത്. അയാളെ ഏറ്റവും കംഫർട്ടബിളാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമ കൂടിയാണ്. അപ്പോൾ അതിലുള്ള ഒരാൾ മാത്രമല്ല, ബാക്കി ഏത് ആക്ടേഴ്സ് ആയാലും അങ്ങനെയാണല്ലോ സിനിമ നന്നാകുന്നത്. അപ്പോൾ എന്നോട് എങ്ങനെയായിരുന്നു എൻ്റെ സീനിയേഴ്സ്, പലപ്പോഴും ഈ റാഗിങ് പോലാണ്. എന്നെ കോളേജ് പഠിച്ചപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് റാഗ് ചെയ്യണം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പറയുന്നതായിരുന്നു. ഒരുപാട് വാർത്തകൾ. അതെ, പക്ഷെ അതുപോലെയല്ല, നമ്മളോട് വളരെ സൗഹൃദമായിട്ട് ഒക്കെ ആയിട്ടാണ് നമ്മുടെ സീനിയർ ആക്ടേഴ്സ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്നേഹത്തിൽ തന്നെ പെരുമാറാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ആ സിനിമയിലുണ്ടാവും. ആ സ്നേഹം അവർക്ക് ആ സിനിമയിൽ നമ്മളോട് നൽകാൻ അവർക്കും പറ്റും. ഹൃദയപൂർവ്വത്തിൽ തന്നെ ഒരു ഫാഫ മെൻഷനും വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ മോനെ എന്ന് പറയുന്ന നമുക്കൊരു ടീസറെ കാണാൻ പറ്റും. അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ഈ അടുത്ത പല സിനിമകളിലും സെൽഫ് റിലേറ്റഡ് ആയ പല കാര്യങ്ങളും
അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതെങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ, ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും വേറൊരു മോഡിൽ അത് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ബ്ലാക്ക് ഹ്യൂമർ പോലെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് ആൾക്കാർക്കൊരു രസമുണ്ടാകും. അപ്പം പിന്നെ ഒരു പുതിയ ജനറേഷനിൽ പൂനെയിലുള്ള ഒരു പയ്യനുമായിട്ടാണ് സംസാരിക്കുന്നത് ആ കഥയിൽ. അയാൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. അപ്പോൾ അയാൾ കണ്ടിരിക്കുന്ന ആവേശം, ആ സിനിമ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രേക്ഷകരനായിട്ടായിരിക്കാം സംസാരിച്ചിരിക്കുന്നത്, മോഹൻലാലായിട്ടല്ല. അല്ല, വേറെ ആക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായി. അതൊരു ഫൺ ആണ്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഓണം എന്തെങ്കിലും ഒരു പ്രത്യേക വികാരം അവരുടെ മനസ്സിലുണ്ടാവും. ഭൂരിഭാഗം ആളുകൾക്ക് സന്തോഷകരമായിരിക്കും, പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ പലപ്പോഴും ചിലർക്ക് നിരാശയും സങ്കടമൊക്കെ ഉണ്ടാക്കുന്ന ഓണാനുഭവങ്ങളാണ്. അപ്പോൾ ലാലേട്ടൻ എന്ന മോഹൻലാൽ എന്ന നടനെ മാറ്റി നിർത്തിയൊരു ആളില്ല എങ്കിലും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലാലേട്ടൻ ഓണത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹമോ അനുഭവമോ അങ്ങനെ എന്താണ് ഇടയ്ക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള സമയം കിട്ടാം? നമുക്ക് ആ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഇത് സിനിമയിൽ വരുന്നതിന് മുമ്പാണ്. കാര്യം സ്കൂൾ അടയ്ക്കുക, നമ്മൾ പോവുക, നമ്മുടെ റിലേറ്റീവ്സിനെ കാണുക, നമുക്കൊരു ടൗണിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ സാധിക്കുക. ഇപ്പം നീന്താൻ പോവുക, കളിക്കാൻ പോവുക, അങ്ങനെയൊക്കെ നമുക്ക് അവർക്കും നേരെ തിരിച്ചാണല്ലോ. ടൗണിൽ നിന്ന് വരുന്നൊരു കുട്ടി എന്ന് പറയുമ്പം അവർക്കും ഒരു അത്ഭുതമുണ്ട്. ആ സമയത്ത് ഞാൻ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. പിന്നെ അതൊരു റിച്വലായിരുന്നു. അതെല്ലാം മാറി നമ്മൾ നമ്മുടെ സിനിമകളിലേക്ക് പോയി. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓണം എന്ന് പറയുമ്പോൾ എത്രയോ ഓണം നമ്മൾ സെറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനെപ്പോഴും ആ ദിവസം എൻ്റെ മദറിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് സാധിക്കില്ല, ഞാൻ പുറത്താണ്. പിന്നെ എൻ്റെ മദറിന് സുഖമില്ല. പിന്നെ ഞാൻ ഒരു മനഃപൂർവ്വം എല്ലാ ഓണവും എൻ്റെ കുടുംബത്തോടെ ചിലവഴിക്കാമെന്നൊക്കെ ഫോഴ്സ്ഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞ് പിന്നെ അത് നടന്നില്ലെങ്കിൽ കുഴപ്പമാണെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അത് വിട്ടു. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. ഓണം എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ കേരളത്തിലുള്ളവർക്കല്ലേ, പുറത്ത് പഠിച്ച കുട്ടികൾക്കൊന്നും അതില്ല. അവർക്ക് അവരുടെ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതിലൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാ ദിവസവും ഓണമാക്കാനുള്ള പരിപാടികൾ അറിയാം. അതങ്ങനെ അതിലോട്ടങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. ഈ അടുത്ത് വന്ന ഒരു പരസ്യചിത്രമൊക്കെ ലാലേട്ടനെ കൂടുതൽ അല്ലേ ആളുകൾ മോഹൻലാൽ ഇത് ചെയ്തു എന്ന് ഭയങ്കര ഒരു സന്തോഷത്തോടെയൊക്കെ കണ്ടു. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ കൂടുതൽ പ്രസൻറ്റബിൾ ആക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയണം ഒരു വലിയ കാഴ്ച സമ്മാനിക്കാൻ കഴിഞ്ഞു. അതിനൊരു ലാലേട്ടൻ അതിനൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് വളരെ നല്ല, എല്ലാവരും അങ്ങനെ ഒരു സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചേതോവികാരം എന്തായിരുന്നു അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ? ഇതൊരു പെർഫോമൻസാണ്. അപ്പം നമ്മൾ ആ സമയത്തായിരുന്നു ഞാൻ തുടരും ചെയ്തുകൊണ്ടിരുന്ന പ്രകാശിനെ എനിക്ക് അതിനു മുമ്പേ അറിയാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആഡ് ചെയ്യാൻ കാര്യം, നിങ്ങൾ കൂടെ പോയിട്ട് ഇത് വാങ്ങിക്കൂ അത് വാങ്ങിക്കൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഹൗ വി ക്യാൻ ഡു ഇറ്റ്, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പം അദ്ദേഹം പറഞ്ഞ ഒരു തോട്ടാണ്. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം നമ്മൾ ആലോചിച്ചു. അത് സക്സസ് ആയി. അല്ലായിരുന്നെങ്കിൽ അതൊരു സക്സസ് ആകാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. കാര്യം നമ്മളിലുള്ള എല്ലാവരിലുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാവർക്കും ഒരു സ്ത്രീത്വമുണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളിലൊക്കെ പുരുഷനുമുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു ഫിലോസഫിക്കൽ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അർത്ഥനാരീശ്വര കോൺസെപ്റ്റും ഈ ഞാൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ റിലീജിയനിലൊക്കെ സ്ത്രീ എന്ന് പറയുന്നതിന് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നിമിഷങ്ങളിൽ സ്ത്രീയായിട്ട് മാറാം. കാര്യം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ സ്ത്രീകളെ കണ്ടല്ലേ വളരുന്നത്. അമ്മയായാലും അമ്മുമ്മയായാലും അവരുടെ കൈകളിൽ കൂടെ തന്നെയാണ് ഒരുപാട് കാലം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാറുന്നത്. പക്ഷെ ഒരുപാട് ഹൈ ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ ഒരുപാട് സ്വഭാവത്തിലും നമ്മുടെ ആക്ഷനിലും ഒക്കെ വരും. നമ്മൾ ആ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു പകുതി ഒരു സ്ത്രീയിൽ നിന്നാണ്. അപ്പം അത് വളരെ സെറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അവർ കയ്യിലൊരു മാല കിട്ടിയാൽ കണ്ണാടിയിൽ പോയി നോക്കുക, അത് എൻജോയ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ആദ്യം കൊതിച്ചു പോകുന്ന ഒരു കാര്യത്തിലേക്ക് ഞാനത് എടുത്തിട്ട് അതിലൊരു കുസൃതിയുണ്ട്, ഒരു മോഷ്ടിച്ചുകൊണ്ട് പോയല്ല, അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് രസിക്കുകയാണ്. പിന്നെ അപ്പം നമ്മൾ എത്രയോ പേര് ചിലപ്പോൾ ഒരു പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് പാടാറില്ലേ, കണ്ണാടി നോക്കിയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവരത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അതിനു മുമ്പ് ഞാനിപ്പോൾ വാനപ്രസ്ഥത്തിൽ പൂതന എന്നുള്ള റോൾ ചെയ്തിട്ടുണ്ട്, നൃത്തം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ പോലെയുള്ള, ഫോർ എക്സാമ്പിൾ മണിച്ചിത്രത്താഴിലെ വലിയ പ്രസിദ്ധമായ സീനാണ് ചേട്ടനല്ല ചേച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പം അതിലെല്ലാ ജീവിതത്തിലെ റിഫ്ലക്ഷൻ ഓഫ് എ ലേഡി വരാറുണ്ട്. അതിനെ കുറച്ചുകൂടെ സെറ്റിലായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യം കൊണ്ടാണ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാകാത്ത ആൾക്കാരും ഉണ്ടാവും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സിനിമയോ ഒരു ചിത്രമോ എന്ത് കാണുന്ന പോലെ ഉള്ളൂ.
ഇവർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? അവർക്ക് അങ്ങനെ ചിന്തിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ആം എ പെർഫോമർ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കാണ്. അല്ലാതെ ഒരാൾ വന്നിട്ട് അത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൽ എനിക്കൊരു പരിഭവമില്ല. അത് അദ്ദേഹത്തിന് മോശമായി. അല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോശത്തിന് ഇപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയും സമയം എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അതുകൊണ്ട് അതൊരു വളരെ ഒരു മോസ്റ്റ് ടോക്ഡ് ആഫ്റ്റർ ഒരു ആഡായിട്ട് മാറി. സിനിമ കാണുമ്പോൾ ലാലേട്ടൻ്റെ പല ഭാവങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതിപ്പോൾ വീര്യായാലും ഏത് ഭാവവും നമ്മളിലേക്ക് വരും. പക്ഷെ ലാലേട്ടൻ അല്ലാതെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നു വളരെ കാം ആയ ആളാണ്. അതൊരു ശരിക്കും ഒരു ഇന്നർ പീസ് മുഖത്തേക്ക് വരുന്നതാണ്. അത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. നമ്മുടെ ഒരു നിരന്തരമായ ഒരു ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മൾ എല്ലാത്തിനോടും കലഹിക്കാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുക, എല്ലാത്തിനെയും സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ശാന്തതയായിരിക്കും നമ്മുടെ മുഖത്ത് വരുന്നത്. അത് ലാലേട്ടൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കുള്ളതാണ്. അതിനിടയിൽ ആ ഒരു ശാന്തത, സ്വച്ഛത ലാലേട്ടൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ പണ്ട് മുതലേ നമ്മൾ വളർന്ന രീതി അല്ലേ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒരു എന്താ പറയണ്ടേ ചിന്താഗതി, നമ്മുടെ പ്രെയർ, ഒരുപാട് കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണത്. അത് എല്ലാവർക്കും സാധിക്കും. ഇപ്പോൾ എത്രയോ പേര് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട്. നമുക്കും വരുന്നുണ്ട്. നമുക്ക് ആ ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരു സ്നേഹത്തിനെ കൊണ്ടുവരാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകാം, അറിഞ്ഞോ അറിയാതെ. അതിൽ ഒരു പെർസെൻ്റൊക്കെ സക്സസ് ആയപ്പോൾ തന്നെ ഇത്രയും നല്ല സുഖമാണ്. അപ്പം അതുകൊണ്ടാണല്ലോ ഒരുപാട് ഭയങ്കര രസകരമായിട്ട് ഇപ്പോൾ ഒരാളിരിക്കുന്നു, ഒരു സന്യാസിമാരൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ, അയാൾ നമ്മളെക്കാട്ടിലും പ്ലഷറിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ആനന്ദം വളരെയധികം അനുഭവിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കും ആകാൻ പറ്റും. അത് ഒരു വലിയ എനിക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോഴാണ് ഇതിനാണെന്നാണ് പറയുന്നത്. അകത്തേക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഭയങ്കര രസകരമായാണ്. പിന്നെ ഈ ആങ്കർ അല്ലെങ്കിൽ ഒരു ജലസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിച്ചാൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു ആങ്കർ കൊണ്ട് എന്താ കാര്യം? നിങ്ങൾ എന്നെ തിരിച്ച് കുറേ വഴക്ക് പറഞ്ഞാൽ എൻ്റെ എനർജി. പക്ഷേ നമ്മളും വഴക്ക് പറയാറുണ്ട്, റിഫ്ലക്സുകളാണ്. ഞാനതിനെ ക്യാരി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. അന്നെന്നുള്ള കാര്യമേ എൻ്റെ സിസ്റ്റമിലില്ല. അന്ന് നമ്മൾ പറഞ്ഞു, അതങ്ങ് കഴിഞ്ഞു. അല്ലാതെ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താ കാര്യം? പിന്നെ റിഫ്ലക്ഷനുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് പോടാന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പോടാന്ന് പറയും. പക്ഷേ അയാൾ എന്നെ പോടാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കാറില്ല. ഇമോഷണൽ ബാഗേജ് കൊണ്ട് നടക്കാതിരിക്കാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു തിരക്കുള്ള ഷെഡ്യൂളും ഇതൊക്കെ വരുമ്പോൾ ഒരു ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം, അങ്ങനെയൊക്കെ ലാലേട്ടന് തോന്നാറുണ്ടോ? അതോ ഈ തിരക്കിൻ്റെ എത്ര തിരക്കിനിടയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും? അല്ല, അതെന്താ? ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയിലും എനിക്ക് വേണമെങ്കിൽ തനിച്ചിരിക്കാൻ പറ്റും. അത് ആ വഴി തന്നെ കണ്ടെത്തുകയാണല്ലേ? അതെ, അത് ഒരു എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ കണ്ടുപിടിക്കും. ശരി, ശ്രമിക്കാം. അപ്പോൾ ലാലേട്ട, എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകരോട് ഹൃദയപൂർവ്വം, ഒപ്പം തന്നെ ഓണത്തെക്കുറിച്ചും കൂടെ ഒരു ആശംസ എന്താണ് ലാലേട്ടന് ഹൃദയപൂർവ്വം പറയാനുള്ളത്? മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം, ഹൃദയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഓണാശംസകൾ. ഒരുപാട് സന്തോഷം.